എല്ലാവർക്കും മലയാളം ടാരോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിരിക്കും. കാരണം നമ്മൾ ഇന്ന് എല്ലാ സോഡിയാക് സൈൻസ് അല്ലെങ്കിൽ എല്ലാ രാശിക്കും ഉള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഓവറോൾ ഗൈഡൻസ് എടുക്കാൻ പോവുകയാണ്. നമുക്കിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സോഡിയാക് സൈൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കാം. അത് ഏരീസ് ആണോ, ക്യാൻസർ ആണോ, വെർഗോ ആണോ എന്നൊക്കെ. അതല്ല നിങ്ങൾക്ക് രാശിയാണോ അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും കാണാം. സോ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിനുള്ള ഒരു സ്പെസിഫിക് മെസ്സേജ്, സ്പെസിഫിക് ഗൈഡൻസ് നോക്കാം. പിന്നെ ഒരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം എടുക്കുക. ഓൾസോ ഇതൊരു ടൈംലെസ് മെസ്സേജ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ന്യൂ ഇയർ, ന്യൂ ബിഗിനിങ്. സോ നമുക്ക് ഏരീസ് വെച്ച് തുടങ്ങാം. നിങ്ങൾ മേടം രാശിക്കാരാണ്, ഏരീസ് സോഡിയാക് സൈൻ ആണ്, സ്റ്റാർ സൈൻ ആണ് എന്നെങ്കിൽ അവർക്കുള്ളൊരു മെസ്സേജ് എന്താണ്? ഏരീസ്, ഫോർ ഏരീസ്. ക്വീൻ ഓഫ് വാൻഡ്സ്. സോ ഏരീസ് ഓർ മേഡം രാശിക്കാർ, നിങ്ങൾ എന്തെങ്കിലും പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളൊരു പുതിയ ഇൻസ്പിറേഷൻസ്, പുതിയ ഐഡിയാസ് എന്തൊക്കെയാണ്, നിങ്ങൾ വളരെയധികം ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. സോ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നിങ്ങളുടെ ലൈഫിൽ ചെറിയൊരു നെഗറ്റിവിറ്റി കാണുന്നുണ്ട്. മേ ബി റിലേറ്റഡ് ടു കരിയർ ആയിരിക്കാം, മേ ബി റിലേറ്റഡ് ടു കോൺഫിഡൻസ് ആയിരിക്കാം. യു ഷുഡ് വർക്ക് ഓൺ യുവർ കോൺഫിഡൻസ്, യു ഷുഡ് വർക്ക് ഓൺ യുവർ സ്റ്റെബിലിറ്റി. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂ ഐഡിയാസ്, എന്തെങ്കിലും ചെറിയ ഐഡിയാസ് ആയിരിക്കും കുറേ നാളുകളായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനോടുള്ളൊരു ആക്ഷൻസ് എടുക്കാൻ ശ്രമിക്കുക. അത് കരിയർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് കുറേ നാളുകളായിട്ട് നമ്മുടെ ഉള്ളിൽ തോന്നുന്നുണ്ട് ഇത് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് വർക്കൗട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് അതിൽ നിന്ന് സക്സസ് വരുന്നുണ്ട്. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും വളരെയധികം ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അത് കംപ്ലീറ്റ്ലി ഫുൾ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോവുക. ബിക്കോസ് എന്താ പറയുക, ചില കാര്യങ്ങളെന്ന് പറയില്ലേ, ലോട്ട്സ് ഓഫ് കറേജ് വേണ്ടി വരും എന്നുള്ളത്. നിങ്ങൾ ആ കറേജ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഹൈ സക്സസ് വരുന്നുണ്ട്. ബട്ട് യു ഷുഡ് ബിൽഡ് ദാറ്റ് കോൺഫിഡൻസ്. എന്താണ് ഒരു കോൺഫിഡൻസ് കുറവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരുകളാണ്. ആൻഡ് അതിൽ നിന്ന് നിങ്ങളുടെ ലൈഫ് ബ്രൈറ്ററായിട്ട് ഷൈൻ ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഏരീസ് അല്ലെങ്കിൽ മേഡം രാശിക്കാർക്കുള്ളൊരു സൈൻ. നെക്സ്റ്റ് നമുക്ക് ടോറസ് സൈൻ നോക്കാം. നിങ്ങൾ ടോറസ് ആണ് സോഡിയാക് സൈൻ അല്ലെങ്കിൽ ഇടവം രാശിക്കാരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു മെസ്സേജ് എന്താണ്? ടോറസ് അല്ലെങ്കിൽ ഇടവം. ഓക്കെ, ഒരു മെസ്സേജും കൂടെ എടുക്കാം. ഫോർ ടോറസ് ഓർ ഇടവം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്കര എക്സോസ്റ്റഡ് മൊമെൻ്റ് ആയിരിക്കും. എന്തൊക്കെയോ തീർന്നു, എല്ലാം കഴിഞ്ഞു, എനിക്ക് ഇനി ഇതിനപ്പുറത്തേക്ക് ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് എണീക്കാൻ സമയമായിട്ടുണ്ട്. എന്തൊക്കെ ഒരു നെഗറ്റീവ് എനർജീസ് നിങ്ങൾക്കത് എന്തൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, വളരെയധികം ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്ന് ഉറപ്പാണ്. വളരെയധികം പെയിൻഫുൾ ആൻഡ് എക്സോഷൻ, ലൈക്ക് ഇനി ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് കഴിഞ്ഞിട്ടുള്ളൊരു പീരീഡിൽ നിന്നും നിങ്ങൾക്ക് അവിടെ നിന്ന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. either നിങ്ങൾക്ക് നെഗറ്റീവായിട്ടിരിക്കാം, അതങ്ങനെയും പറഞ്ഞ് നമ്മൾ ഗിൽട്ടായി നെഗറ്റീവായി ഇരിക്കാം. അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇൻസ്പിറേഷൻസ് എടുത്താൽ നിങ്ങളുടെ ലൈഫിൽ കുറേ മാനിഫെസ്റ്റേഷൻസ് സക്സസ് ആവാൻ തുടങ്ങും. കുറച്ച് നെഗറ്റിവിറ്റീസ് കാണുന്നുണ്ട്, ചെറുതായിട്ട് നെഗറ്റിവിറ്റീസ് കാണുന്നുണ്ട്. ബട്ട് അതൊക്കെ ചില കാർമിക് പാറ്റേൺസ് നമ്മൾ ക്ലിയർ ചെയ്യണം. നമ്മളിൽ ഓരോരുത്തരും ഓരോ ലെസൺസ് ആണ്. സോ ഓരോ ലെസൺസ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് തീർന്നു എന്ന് പറഞ്ഞിരിക്കരുത്. അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ലെസൺ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. ബിക്കോസ് നിങ്ങൾക്ക് അവിടെ പുതിയൊരു ബിഗിനിങ് വരുന്നുണ്ട്, നിങ്ങൾ കാണാത്തൊരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്. സോ കോൺഫിഡൻസ് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യുക. നിങ്ങളുടെ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, കോൺഫിഡൻസ് വരുന്നുണ്ട്. റൂട്ട് ചക്ര ആൻഡ് സോളാർ പ്ലെക്സസ് ചക്ര കൂടുതൽ കോൺഫിഡൻസ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓൾസോ സേക്രൽ ചക്ര ലിറ്റിൽ ബിറ്റ് ഉണ്ട്. നിങ്ങളുടെ ചക്രാസ് ബാലൻസ് ചെയ്യുക. കോൺഫിഡൻസ്, സ്റ്റെബിലിറ്റിന്ന് വർക്ക് ചെയ്യുക. കംപ്ലീറ്റ്ലി കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കാണ്ട് എന്താണോ ഉയർന്ന് എഴുന്നേൽക്കുക. ബിക്കോസ് നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ്ങറായിട്ട് മുന്നോട്ട് വരാൻ പറ്റും. ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് വേർഷൻ, സക്സസ്ഫുൾ വേർഷനായിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മുന്നോട്ട് വരാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഫാസ്റ്റ് ആവും. ബട്ട് ഈ ഒരു സ്റ്റേജിൽ നിന്ന്, ഈ ഒരു കഴിഞ്ഞു എന്നുള്ള സ്റ്റേജിൽ നിന്നും ഈ നെഗറ്റിവിറ്റീസിനെ മനസ്സിലാക്കി, ഡിസ്ട്രാക്ഷൻസിനൊക്കെ മനസ്സിലാക്കി, നെഗറ്റീവ് പാറ്റേൺസ്, അറ്റാച്ച്മെൻറ്റ്സിനെ മനസ്സിലാക്കി ഉയർന്ന് എഴുന്നേൽക്കുക, തിരിച്ചെഴുന്നേറ്റ് വരിക, ദാറ്റ് പവറിലേക്ക് തിരിച്ചു വരിക. ഓക്കെ,
അതാണ് ടോറസ് ഓർ മേഡം രാശിക്കാർക്കുള്ള ഒരു മെസ്സേജ്. ഇനി നമുക്ക് നെക്സ്റ്റ് സൈൻ നോക്കാം. നിങ്ങളുടെ സൂഡിയാക് സൈൻ ജെമിനായി ആണ് അല്ലെങ്കിൽ മിഥുനം രാശിക്കാരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ജെമിനായി അല്ലെങ്കിൽ മിഥുനം രാശിക്കാർ. ഓക്കെ, ഫോർ ജെമിനായി ഓർ മിഥുനം രാശിക്കാർ, നിങ്ങൾ കുറേ നാളുകളായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ നിങ്ങളൊരു വെയിറ്റിംഗ് പീരീഡിലാണ്. ഞാനിതൊക്കെ ഈ എഫേർട്ട് ഇട്ടതിലൊക്കെ കാര്യമുണ്ടോ കാര്യമില്ലയോ, ഒരു വെയിറ്റിംഗ് എനർജി, ഒരു ട്രസ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. ലൈക്ക് എപ്പോൾ നടക്കും, ഞാൻ ഇത്രയൊക്കെ എഫേർട്ട് ഇട്ടിട്ട് എന്തുകൊണ്ട് എനിക്ക് കാണുന്നില്ല റിസൾട്ട്സ് എന്നുള്ളൊരു പീരീഡ് ഓഫ് ടൈമാണ്. ബട്ട് ഓവർ ദ ടൈം നിങ്ങൾ കുറേ കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ, അല്ലേ? നിങ്ങൾ ഓവറോൾ ടൈമിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ അവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ നിങ്ങളുടെ ഇമോഷൻസ് ഒരു റോളർ കോസ്റ്റർ പോലെ ഇടയ്ക്ക് നല്ലത് ഇടയ്ക്ക് താഴ്ന്നു എന്ന് വന്നിരുന്നാലും നിങ്ങൾ കുറേ കാര്യങ്ങൾ അവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ഇല്ലാതായി പോവില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്യാം. പാസ്റ്റിൽ പെട്ടിരിക്കാണ്ട് അനലൈസ് ചെയ്യാം. നിങ്ങൾക്ക് അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പാസ്റ്റിൽ എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ റിയാക്ട് ചെയ്യാറ്, ഓരോ സിറ്റുവേഷൻസ് റിപ്പീറ്റഡായി വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യാറ്, ഇപ്രാവശ്യം ഞാൻ അതിൽ നിന്ന് എങ്ങനെ ഷിഫ്റ്റായിട്ട് റിയാക്ട് ചെയ്യണം എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ വിഷ് ഫുൾഫില്ലായിരിക്കും, അത് വരുന്നുണ്ട്. ബട്ട് ആ ഒരു വെയിറ്റിംഗ് എനർജിയിൽ നിന്ന് മാറി ഒരു കോൺഫിഡൻറ്റ്, ട്രസ്റ്റിംഗ് സെൽഫ്, ഒരു ഇന്നർ വർത്ത്, ഇന്നർ കോൺഫിഡൻസ്, ഇന്നർ സെൽഫ് ബിൽഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഒരു ഇന്നർ സെൽഫ് ലവ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ട്രസ്റ്റ് ദ യൂണിവേഴ്സ്, അത് യൂണിവേഴ്സിൽ വിട്ടിരിക്കുക. നമുക്ക് എന്തായാലും എനിക്കുള്ളതാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കത് വരെ തന്നെ ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻറ്റ് എനർജിയിലിരുന്ന് നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ആ ആക്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കുക. സറണ്ടർ ടു യൂണിവേഴ്സ്, അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഓക്കെ, നെക്സ്റ്റ് കർക്കിടകം രാശി അല്ലെങ്കിൽ ക്യാൻസർ. നിങ്ങളുടെ സൂഡിയാക് സൈൻ ക്യാൻസർ ആണ് അല്ലെങ്കിൽ നിങ്ങൾ കർക്കിടകം രാശിക്കാരാണ് എന്നുണ്ട് എങ്കിൽ യെസ്, നിങ്ങൾക്കുള്ളൊരു സൈനാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു കാർഡിൽ തന്നെ എല്ലാം ഉണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ടൈം ഫോർ ഫാസ്റ്റ് ആക്ഷൻസ്. നിങ്ങളുടെ ലൈഫിൽ എന്തൊരു കാര്യമാണ് നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്ഷനുള്ള ടൈമായിട്ടെ എന്താണെങ്കിലും ഫാസ്റ്റായിട്ട് ആക്ഷൻ എടുക്കുക. ഇനി ഡിലേ ചെയ്യാൻ പാടില്ല. എന്തൊരു കാര്യമാണ് നിങ്ങൾ ഡിലേ ചെയ്ത് ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു, അതിൽ നിന്നൊരു ഫാസ്റ്റ് ആക്ഷൻ എടുക്കാൻ ശ്രമിക്കണം. അത് ഏതൊരു കാര്യമായിക്കോട്ടെ, നിങ്ങൾക്കറിയാം എന്തിലാണ് ഫാസ്റ്റ് ആക്ഷൻ വേണ്ടത്. ബിക്കോസ് നിങ്ങൾ ആഗ്രഹിച്ച സംഭവങ്ങൾ വരുന്നുണ്ട്. ബട്ട് അവിടെ ഒരു ഫാസ്റ്റ് ആക്ഷൻ, ഒരു ഫാസ്റ്റ് സഡൻ ആക്ഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണം. തിങ്കിങ്, ഞാൻ പറഞ്ഞില്ലേ, തിങ്കിങ് സ്റ്റേജിൽ പെട്ടിരുന്ന് ഇത്ര നാൾ ഞാനിത് ചെയ്തൂലോ എന്നുള്ളതല്ലാണ്ട് ഒരു ട്രസ്റ്റ് ചെയ്യുക. ഒരു എന്താണോ ഇനി ചെയ്യാനുള്ളത്, ഇനി അവിടെ ബാക്കി വെച്ച് ഇനി ഞാൻ ചെയ്യണോ, ഇനി ഞാൻ ചെയ്യണ്ടേന്ന് പറഞ്ഞാൽ ആലോചിച്ചിരിക്കാണ്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് ലാസ്റ്റ് സ്റ്റേജ്. ആ ലാസ്റ്റ് ഒരു ഫൈനൽ ആക്ഷൻസ് ഒന്ന് എടുത്താൽ മാത്രം മതി. ഇല്ലാത്ത ബേർഡൻസ് ഒക്കെ എടുത്ത് ഇറക്കി വെക്കുക. അതൊന്നും നിങ്ങളുടേതല്ല. സോ ഇറ്റ്സ് ടൈം ഫോർ ഫാസ്റ്റ് ആക്ഷൻ, ഇറ്റ്സ് ടൈം ഫോർ ഫാസ്റ്റ് റിസൾട്ട്സ് ടു. ഫാസ്റ്റ് ആക്ഷൻ, ഫാസ്റ്റ് റിസൾട്ട്സ്. ഇനി ഡിലേ ആക്കരുത്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. നെക്സ്റ്റ്, നിങ്ങൾ ലിയോ ആണ് അല്ലെങ്കിൽ ചിങ്ങം രാശിക്കാരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. ലിയോ അല്ലെങ്കിൽ ചിങ്ങം രാശി, നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് ചാനൽ വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അവിടെ ഞാൻ കുറേ മാനിഫെസ്റ്റേഷൻ റിച്വൽസ് ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാം. പേഴ്സണൽ സെഷൻസ്, കസ്റ്റം സബ്മിനൽസ് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ലിയോക്കാരാണ് നിങ്ങൾക്ക് അവിടെ ഒരു എൻഡിങ്, മീൻസ് ന്യൂ ബിഗിനിങ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിൽ കൂടിയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ആ ട്രാൻസ്ഫോർമേഷൻ ഫേസിൽ നിങ്ങൾ സ്റ്റക്കായി കിടക്കുകയാണ്, ശരിയല്ലേ? നിങ്ങളെന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആണ്. ട്രാൻസ്ഫോർമേഷൻ ഫേസ് എന്ന് വെച്ചാൽ എന്താണെന്ന്, ഒരു വളരെയധികം ബിഗ് എൻഡിങ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവിടെ വരുന്നത് ഒരു ബിഗിനിങ് ആണ്. അവിടെ വരുന്നത് ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ആണ്. അവിടെ ഒരു ഫെയ്ത്ത് വേണം. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആണ്, നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. ബട്ട് സ്റ്റക്കായി കിടക്കാണ്ട് എഴുന്നേൽക്കുക, ഫെയ്ത്ത് ഉണ്ടായിരിക്കുക. അതൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആണ്. അത് ടെമ്പററി ഫേസ് ആണ്. നിങ്ങളുടെ കപ്പാണ് റീഫിൽ ചെയ്യുന്നത്. നിങ്ങൾ ഇത്ര നാൾ കൊടുത്തുകൊണ്ടിരുന്നത് എന്താണോ അത് നിങ്ങൾ എംപ്റ്റി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അവിടെ ഒരു എൻഡിങ് സംഭവിക്കേണ്ടി വന്നു. എന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ടു ഫിൽ യുവർ ഓൺ കപ്പ്. This time by divine. So have faith in divine. സ്റ്റക്കായി കിടക്കാണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുക. ഇനി എന്ത് ചെയ്യണം എന്നുള്ള ആക്ഷൻസ് എടുക്കുക. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ കപ്പാണ് ഫില്ല് ചെയ്യുന്നത്. ഇറ്റ്സ് ടൈം ഫോർ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്. ദിസ് ടൈം ബൈ ഡിവൈനാണ് നിങ്ങളുടെ ഇമോഷണൽ കപ്പ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഹാവ് ഫെയ്ത്ത്
എന്താണെന്നുണ്ടെങ്കിലും ഗിൽട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് വാസ് മെൻ ടു ബി, ബിക്കോസ് യു ഡിസേർവ് ദിസ്. നിങ്ങളിത് ഡിസേർവ് ചെയ്യുന്നത് കൊണ്ടാണ് അതൊക്കെ നടക്കേണ്ടി വന്നത്. പക്ഷെ നമുക്കിപ്പോൾ മനസ്സിലാവില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാം മനസ്സിലാവും എന്തുകൊണ്ട് ഇത് നടന്നു എന്നുള്ളത്. സോ ആരും വിഷമിക്കേണ്ടതില്ല. ഒരു ബിഗിനിങ് വരുന്നുണ്ട്, ബ്യൂട്ടിഫുൾ ബിഗിനിങ് ആണ്. ദിസ് ടൈം ഇറ്റ്സ് ഫുൾഫിൽഡ് ബൈ ഡിവൈൻ, യുവർ ഏഞ്ചൽസ്. ഏതാണോ ഹയസ്റ്റ് പവർ നിങ്ങൾ വിശ്വസിക്കുന്ന അവർ. ഓക്കെ, സോ അതാണ് ലിയോ ചിങ്ങം രാശിക്കുള്ള ഒരു മെസ്സേജ്. ക്ലെയിം ചെയ്യുക, പോസിറ്റീവ് എനർജീസ് ആണ്. നെക്സ്റ്റ് കന്നി രാശി അല്ലെങ്കിൽ വേർഗോ ആണ് നിങ്ങളുടെ സോഡിയാക് സൈൻ, അല്ലെങ്കിൽ നിങ്ങൾ കന്നി രാശിക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ്? സി, ഇറ്റ്സ് ഓൾ അബൌട്ട് ആക്ഷൻസ്. നിങ്ങളുടെ ലൈഫിൽ എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്നൊരു ഗ്രോത്ത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ബട്ട് നിങ്ങൾ നെഗറ്റിവിറ്റിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുക, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുക. എന്തിനാണ്? എന്തൊക്കെയോ കാര്യങ്ങൾ ക്ലിയർ അല്ല, ഭയങ്കര അധികം അൺസർട്ടനിറ്റി ആണ്, കൺഫ്യൂഷൻസ് ആണ്, ക്ലിയർ അല്ല. അങ്ങനെ ഒരു ലൈഫിലൊരു കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കൊടുത്തേക്കാം. ഇപ്പം നിങ്ങൾക്ക് എല്ലാം അറിയേണ്ട ഒരു ടൈമല്ല, ഇപ്പം നിങ്ങൾക്ക് എല്ലാം അറിയേണ്ട ഒരു ആവശ്യമില്ല. ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ക്ലാരിറ്റി വന്ന് തുടങ്ങും. ഇപ്പോൾ ഒരു നെഗറ്റീവ് പാറ്റേൺസിൽ, നെഗറ്റിവിറ്റിയിൽ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ അതാരാ റീസൺ? അത് ടൈം ആയിട്ടുണ്ട്. ബിക്കോസ് ഇതിപ്പോൾ എന്തൊക്കെയാണോ ജസ്റ്റ് സറണ്ടർ. ഈ ടൈം ഇറ്റ്സ് സറണ്ടർ ടു യൂണിവേഴ്സ്. ഇറ്റ്സ് ടൈം ടു ഇതൊക്കെ ചിന്തിച്ചിരിക്കാണ്ട് അതിൽ നിന്നൊക്കെ ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. നിങ്ങളുടെ ഗ്രോത്ത് എന്താണോ നിങ്ങൾക്ക് അത് എക്സ്പാൻഡ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. നിങ്ങളുടെ കരിയറിലാണെന്നുണ്ടെങ്കിലും നെക്സ്റ്റ് എന്തൊരു ലൈഫിൽ ഏതൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ കാണാൻ റീസൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. അത് കരിയർ ആയിരിക്കാം, ലവ് ആയിരിക്കാം, അത് എന്തോ ഒരു ഏരിയ ആയിരിക്കാം. നിങ്ങൾക്കത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഒരു തോട്ട് വരും, ഇതിനെക്കുറിച്ചാണല്ലോ, ഈ സിറ്റുവേഷൻ കുറിച്ചാണല്ലോ എന്ന്. സോ അതിലൊരു ഫാസ്റ്റ് ആക്ഷൻ വേണം. ആ ഫാസ്റ്റ് ആക്ഷൻ എടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഗ്രോത്ത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ ഈ ഇമോഷണൽ കൺഫ്യൂഷൻസ്, നെഗറ്റിവിറ്റിയിൽ പെട്ടിരിക്കാണ്ട് അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരിക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. ജസ്റ്റ് ലീവ് ഇറ്റ് ടു യൂണിവേഴ്സ് ആൻഡ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതവിടെ ഫുൾഫില്ലായും. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ മെസ്സേജ്. അത് മനസ്സിലാക്കുക. ബിക്കോസ് ദർ ഇസ് നോ പോയിൻറ്റ് നെഗറ്റീവായി ആലോചിച്ചിരുന്നു, ഇമോഷണലി കൺഫ്യൂസ് ആയിട്ടുള്ള ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം കുറച്ച് കഴിയുമ്പോൾ അത് ക്ലിയർ ആവാൻ തുടങ്ങും. സോ അത് ഡിവൈനിലേക്ക് വിട്ടിരിക്കുക. ഓക്കെ, കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി അവിടെ ഒരു ന്യൂ ബിഗിനിങ് ആണ്. ബട്ട് യു ഹാവ് ടു ടേക്ക് ആക്ഷൻ. അവിടെ സ്റ്റക്കായിരിക്കാണ്ട് ആക്ഷൻസ് എടുക്കാൻ നോക്കുക. അതിൽ എന്തൊക്കെ നിങ്ങൾക്കപ്പോൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. തോട്ട്ഫുള്ളി ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് ടൈം ഫോർ എക്സ്പാൻഷൻ. നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ആരായിരിക്കും? നെക്സ്റ്റ് വേർഗോ കഴിഞ്ഞു. ഇനി തുലാം രാശിക്കാർ, ലിബ്ര രാശിക്കാർ. നിങ്ങൾ കാണുന്നവർ തുലാം ഓർ ലിബ്ര ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ്, നിങ്ങൾക്കും സെയിം മെസ്സേജാണ് വരുന്നത്. കൂടുതൽ എനിക്ക് ഇത്ര കാർഡ്സ് എടുക്കാൻ പറ്റുള്ളൂ. ഫാസ്റ്റ് ആക്ഷൻസ്, അബണ്ടൻസ്. ഫാസ്റ്റായിട്ട് ആക്ഷൻ എടുക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യാന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടെ ഉള്ളൂ. ബിക്കോസ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ബ്യൂട്ടിഫുൾ ബ്ലെസ്സിങ്സ് ആണ്, ബ്യൂട്ടിഫുൾ ബിഗിനിങ്സ് ആണ്, ബ്യൂട്ടിഫുൾ സക്സസ് ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സക്സസ് കാണും. ആ ഒരു ആക്ഷൻ എടുത്താൽ മാത്രം മതി. ഇനി ആലോചിച്ച് ഡിലേ അടിച്ചിരിക്കേണ്ട. എന്താണെന്നറിയില്ല, കുറച്ച് കാർഡ്സായിട്ട് സെയിം മെസ്സേജസ് ആണ് വരുന്നത്. സോ കുറേ പേർക്ക് കുറേ കാര്യങ്ങളിൽ ആക്ഷൻസ് എടുക്കാൻ ടൈം ആയിട്ടുണ്ട്. നിങ്ങളുടെ കപ്സ് ഫുൾഫിൽ ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇമോഷണൽ കപ്പ് നിങ്ങളുടെ ഫുൾഫിൽ ആവും. ഡെഫിനറ്റ്ലി ആഗ്രഹിച്ച കണക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി വർക്ക് ആവും. ഇറ്റ്സ് ഓൾ അബൌട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര നാൾ ഇത് ഉണ്ടാവുന്നത്. ആൻഡ് നിങ്ങളുടെ സ്ട്രെങ്ത് ബിൽഡപ്പ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ കപ്സ് ഫുൾഫിൽ ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ റീഡിങ്. ജസ്റ്റ് ടേക്ക് ആക്ഷൻ. ലാസ്റ്റ് എന്താണോ അതൊക്കെ ഒന്ന് ബിൽഡപ്പ് ചെയ്യാനുള്ള ലാസ്റ്റ് സ്റ്റേജസിൽ ഫാസ്റ്റ് ആക്ഷൻസ് എടുക്കാൻ നോക്കുക. എന്തൊക്കെയാണ് ടാസ്കുകൾ അതൊക്കെ ചെയ്യാൻ നോക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി ദിസ് ഈസ് യോഴ്സ്. നിങ്ങൾക്കുള്ളതാണ്. The sun, the new beginnings, the beautiful family, beautiful success, beautiful career, beautiful beginnings, beautiful happy inner child. Okay? Congratulations. So, victory. Sun. ഇനി എന്ത് വേണം? ഇതിൽ കൂടുതൽ സക്സസ് കാർഡ്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് യോഴ്സ്. ഓക്കെ, സോ സ്റ്റേ ബ്ലെസ്ഡ്. ലിബ്ര, തുലാം രാശിക്കാർ എല്ലാവർക്കും സ്റ്റേ ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക. ഇനി വൃശ്ചികം രാശി, സ്കോർപ്പിയോ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ്? വൃശ്ചികം, സ്കോർപ്പിയോ.
വൃശ്ചികം രാശിക്കാർക്ക് മാരേജിൽ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാരേജ് പോസിബിൾ ആണ്. ഒരു പെർഫെക്റ്റ് ഡിവൈൻ പാർട്ട്ണർ, നിങ്ങളുടെ പെർഫെക്റ്റ് ഡിവൈൻ പാർട്ട്ണർ, നിങ്ങൾ ഇമോഷണലി ഫുൾഫിൽമെൻറ്റ് പാർട്ട്ണർ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ഡിവൈൻ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട്. ഇറ്റ്സ് ടൈം ഫോർ സെലിബ്രേഷൻസ്, ഇറ്റ്സ് ടൈം ഫോർ ഗ്രോത്ത്. നിങ്ങളുടെ കാര്യത്തിൽ സെലിബ്രേഷൻസ് വരുന്നുണ്ട്. ലോട്ട്സ് ഓഫ് സെലിബ്രേഷൻസ് കാണുന്നുണ്ട്. മാരേജസ് ആയിരിക്കാം, എന്തൊക്കെയോ കാര്യത്തിൽ വളരെയധികം സെലിബ്രേഷൻസ് കാണുന്നുണ്ട്. ഇറ്റ്സ് ഡിവൈൻലി ബ്ലെസ്ഡ്, ഇറ്റ്സ് ഡിവൈൻലി ഗൈഡഡ്. ആൻഡ് എന്തൊരു കാര്യവും ഇനി ഇമോഷൻസ് മാറ്റി വെച്ച് കുറച്ച് ലോജിക്കലായിട്ട് പെരുമാറാൻ നോക്കുക. ഓവർ തിങ്കിങ് ഒക്കെ മാറ്റാൻ നോക്കുക. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ ഡെഫിനറ്റ്ലി പറ്റും. എല്ലാവർക്കും പറ്റും പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും. നിങ്ങൾക്ക് വൻ സെലിബ്രേഷൻസ് തന്നെ വരുന്നുണ്ട്. കരിയറിലായിരിക്കാം, ലൈഫിലായിരിക്കാം, മാരേജസ് പോസിബിൾ ആയിരിക്കും, മാരേജസ് ഫിക്സ് ചെയ്തവരായിരിക്കാം. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ബ്ലെസ്ഡ് കണക്ഷൻസ് കാണുന്നുണ്ട്. റെസനേറ്റ് ആവുന്നതനുസരിച്ച് എടുക്കുക. ആൻഡ് ഇറ്റ്സ് ഡിവൈൻലി ഗൈഡഡ്. എന്തൊരു കാര്യവും ഇനി ലോജിക്കലായിട്ട് സംസാരിക്കാൻ നോക്കുക. ലോജിക്കലായിട്ടും എന്തൊരു കാര്യത്തിനും നിങ്ങളുടെ ലൈഫിലെ കുറച്ച് കാര്യങ്ങളിൽ ലോജിക്കലി ഡീൽ ചെയ്യാൻ നോക്കുക. ഇമോഷണലി ആണ് ഇത്ര നാൾ ഡീൽ ചെയ്തെന്നുണ്ടെങ്കിൽ ലോജിക്കലി ഡീൽ ചെയ്യാനുള്ള ഒരു ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് സ്കോർപ്പിയോ ഉള്ള മെസ്സേജസ്. ഇനി സാജിറ്റേറിയസ് അല്ലെങ്കിൽ ധനു രാശിയാണ്, സാജിറ്റേറിയസ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ്. സെയിം ചില ഫയൽസ് സെയിം മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റിവിറ്റിയാണ്. നെഗറ്റീവായിട്ട് ആലോചിച്ചിരിക്കുന്നതാണ് പ്രശ്നം. അല്ലെങ്കിൽ കുറച്ച് കാർമിക് പാറ്റേൺസിൽ അകപ്പെട്ട് കിടക്കുകയാണ്. അതൊക്കെ റിലീസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ഷിഫ്റ്റ്, നിങ്ങളുടെ ടൈം ലൈൻ ഷിഫ്റ്റ് ആവുകയാണ്. സോ ചില കാര്യങ്ങളിൽ അറ്റാച്ച് ആയി എടുക്കാണ്ട് അതിൽ നിന്ന് ബ്രേക്ക് ഫ്രീ ആവാൻ ശ്രമിക്കുക. അതിൽ നിന്നൊരു കോൺഫിഡൻസ് സെൽഫായിട്ട് വരാൻ ശ്രമിക്കുക. കോൺഫിഡൻസ് സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വളരെയധികം ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയാം. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ പേഴ്സണാലിറ്റി, ബോൾഡ് ആവാൻ നോക്കുക. ഒരു കോൺഫിഡൻറ്റ്, ഒരു പോസിറ്റിവിറ്റി. നിങ്ങൾക്ക് എന്തൊരു ആഗ്രഹിച്ച കാര്യം എനിക്കിത് നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവില്ലേ, അങ്ങനെ. സോ നിങ്ങൾ എന്തൊരു കരിയറിലാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിലും എനിക്കിത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. സോ നിങ്ങളുടെ ഇത്രയും നെഗറ്റിവിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ നെഗറ്റിവിറ്റീസൊക്കെ ഇത്രയായി മാറും. ബിക്കോസ് നിങ്ങൾ തന്നെ നിങ്ങളെ പോസിറ്റീവായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ നെഗറ്റീവായിട്ട് മൈൻഡിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ നെഗറ്റീവ് ആവും, പോസിറ്റീവായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ പോസിറ്റീവ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതൊരു വേയിലേക്ക് പോകണം എന്നുള്ളത്. ഓക്കെ, സോ കുറച്ച് അറ്റാച്ച്മെൻറ്റ്സ്, എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണോ നെഗറ്റിവിറ്റീസ് ആണോ അതിൽ നിന്നൊക്കെ മൈൻഡ്ഫുള്ളി ഷിഫ്റ്റ് ചെയ്ത് എനിക്കിത് പറ്റും, എന്നെക്കൊണ്ട് ഇത് പറ്റും എന്നുള്ളൊരു രീതിക്ക് ഉയർന്നു വരാൻ നോക്കുക. സോ ഓരോ രാശിക്കാർക്കും ഈ കാർഡ്സ് വരുമ്പോഴും അത് ഓരോ റീഡിംഗ് ആയിട്ടാണ് പോകുന്നത്. സോ അത് മനസ്സിലാക്കുക. ബട്ട് ദിസ് ഈസ് ഓൾ അബൌട്ട് നിങ്ങൾ മൈൻഡ്ഫുള്ളി ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ തന്നെ അറ്റാച്ച് ആയി കൊടുക്കും. ട്രൈ ടു മൈൻഡ്ഫുള്ളി ഷിഫ്റ്റ്. അപ്പോൾ ഇത്രയും നെഗറ്റിവിറ്റീസ് ഇത്രയും മാറും. മനസ്സിലായോ? സോ ഷിഫ്റ്റ് മൈൻഡ്ഫുള്ളി പോസിറ്റീവായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക. എന്തൊരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ പറ്റില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക, എന്നെക്കൊണ്ട് പറ്റും, വേറെ ആരും വരില്ല. ഓക്കെ, എനിക്കത് പറ്റും, എന്നെക്കൊണ്ടത് പറ്റും, ഡെഫിനറ്റ്ലി എന്നെക്കൊണ്ട് പറ്റും. സോ നിങ്ങൾക്കത് വീൽ ഓഫ് ഫോർച്യൂൺ, ഹീൽ, ടേക്ക് റെസ്റ്റ്, ഹീൽ യുവർ സെൽഫ്, ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, ഇനി കാപ്രിക്കോൺ, മകരം രാശിക്കാരാണ്. കാപ്രിക്കോൺ സോഡിയാക് സൈനുള്ളവർക്കുള്ള മെസ്സേജസ് എന്താ നോക്കാം. മകരം, കാപ്രിക്കോണുള്ള മെസ്സേജസ്. കാപ്രിക്കോൺ നിങ്ങൾ ഓക്കെ, കുറേ മെസ്സേജസ് ഉണ്ടല്ലോ. കാപ്രിക്കോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു പെട്ടെന്നൊരു ഇൻ്റർവെൻഷൻ സംഭവിച്ചിട്ടുണ്ട്. ഒരു സഡൻ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഡിവൈൻ ഇൻ്റർവെൻഷൻ ആണ്. ബിക്കോസ് അവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ബിക്കോസ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. മനസ്സിലായോ? കുറച്ചും കൂടെ അംബിഷ്യസ് ആയിരിക്കണം. കുറച്ചും കൂടെ നിങ്ങളൊരു ഭയങ്കര ലോയൽ പ്രാക്ടിക്കൽ പേഴ്സൺ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഈ ലൈഫിൽ സിറ്റുവേഷൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യാനായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ലൈഫ്, കുറച്ചും കൂടെ അംബിഷൻസ് ബിൽഡപ്പ് ചെയ്യാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാനുണ്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യാനുണ്ട്. സോ അതുകൊണ്ട് ചില ഇൻ്റർവെൻഷൻസ് വന്നിട്ടുണ്ട്. ബിക്കോസ്
എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലൈഫ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് ടൈം ഫോർ നിങ്ങൾക്ക് ഒരു ആക്ഷൻസ് എടുക്കാൻ ടൈം ആയിട്ടുണ്ട്. ആ ആക്ഷൻസ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സക്സസ്, നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ് നിങ്ങൾക്ക് ലഭിക്കുന്നേ ശരിയല്ലേ? നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ച് എക്സാം എഴുതിയാലേ പാസ്സാവണമെന്നുണ്ടെങ്കിൽ പഠിക്കണം. അതുപോലെ അപ്പോൾ എന്തുണ്ടാവും, ചിലപ്പോൾ ഏതെങ്കിലും എക്സാം തോൽക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവും, അയ്യോ എനിക്ക് ഇനി പഠിക്കാൻ സമയമായിട്ടുണ്ട്, എനിക്കിനി പഠിച്ചേ പറ്റൂ, എന്നാലേ എനിക്ക് പാസ്സാവുള്ളൂ. അങ്ങനെ ഒരു പേടി ഉണ്ടാക്കാൻ വേണ്ടി ചില സിറ്റുവേഷൻസ് വരും. പക്ഷെ അത് നമുക്ക് ഈ ഒരു ലൈഫിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് ഭയങ്കര സാഡായിട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുക എന്തുകൊണ്ട് ഈ സിറ്റുവേഷൻ നടന്നത് നന്നായി എന്ന് പറയുന്നൊരു ടൈം ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സെൽഫ് മെയ്ഡ് പേഴ്സണാലിറ്റി, സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള കുറച്ച് ബിസിനസ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം, അത് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ആൻഡ് അതിൽ നിന്നൊരു ഫാസ്റ്റ് ആക്ഷൻ തന്നെ എടുക്കണം. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ആക്ഷൻസ് എടുക്കാൻ തുടങ്ങണം. ബിക്കോസ് നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആക്ഷൻസ് എടുത്താൽ മാത്രം മതി. അതിനൊന്ന് ബോധ്യപ്പെടുത്താൻ മാത്രമാണ് ഈ ഡിവൈൻ ഇൻ്റർവെൻഷൻ, അല്ലാണ്ട് പണിഷ്മെൻ്റ് അല്ല. ഓക്കെ, സോ അതിന് എല്ലാം എന്തുകൊണ്ട് എനിക്കെന്ന് പറഞ്ഞിരിക്കാണ്ട് വേക്കപ്പ് ബിക്കോസ് യു നോ യുവർ പവർ. നിങ്ങൾക്ക് നിങ്ങളുടെ പവർ അറിയാം. അതിൽ നിന്ന് ആക്ഷൻസ് എടുക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ് കിട്ടും. ഡെഫിനറ്റ്ലി നിങ്ങൾ എത്രത്തോളം വിഷമിച്ചോ അതിനിരട്ടി നിങ്ങൾ സന്തോഷിക്കും. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. യാ, ഇനി കുംഭം രാശിക്കാരാണ്, എക്വേറിയസ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണെന്ന് നോക്കാം. കുംഭം രാശിക്കാർ, എക്വേറിയസ് എന്താണ്? നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക്കലി അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വളരെയധികം എന്താ പറയുക, ഇത് നടക്കുമോ, നമ്മൾ ചില കാര്യങ്ങൾ ഹോൾഡ് ചെയ്യാമെന്ന് പറയില്ലേ, ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് നടക്കുമോ, ഇതെനിക്ക് വിട്ടുകൊടുക്കാനുള്ളൊരു പേടി എന്ന് പറയില്ലേ, ഒരു സ്കാർസിറ്റി മൈൻഡ് സെറ്റ്, ഇത് പോയ എൻ്റെ എല്ലാം നടന്നു പോവോ, ഇനിയും വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും പാസ്റ്റ് ഹേർട്ട്സ് ആയിരിക്കാം, ഒരു പൊസസീവ്നെസ് ആയിരിക്കാം, കൺട്രോൾ ആയിരിക്കാം, ഫിയർ ആയിരിക്കാം, എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ള ഫിയർ ആയിരിക്കാം, ഓൾസോ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റീസ് ആയിരിക്കാം. അതിൻ്റെയൊക്കെ എന്തൊക്കെയോ പേടികൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ബിഹൈൻഡ് ദ സീൻസ് നിങ്ങൾക്ക് എന്തോരം പോസിബിലിറ്റീസ് ഉണ്ടെന്ന് കാണുന്നില്ല. നിങ്ങൾ എന്തൊക്കെയോ ഒരു പേടിയും എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ഹോൾഡ് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ ബൗണ്ടറീസ് ഫിക്സ് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്സ് വരുന്നുണ്ട്. പാർട്ട്ണർഷിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരിയറും ഉണ്ട്, ഒരു കരിയറാണ് എനിക്ക് കാണുന്നത് കൂടുതലും. നിങ്ങൾ ആഗ്രഹിച്ചൊരു കരിയർ, അതൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, എന്തൊരു കാര്യവും ആയിരിക്കാം, മേ ബി നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലി ആയിരിക്കാം, അത് വേണം എന്തൊക്കെയോ ഒരു പിടിച്ചു വെക്കുന്ന പോലെ. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഫുൾഫിൽമെൻറ്റ് ഓഫ് ഇത് വരുന്നുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ പാർട്ട്ണർഷിപ്പ് ആയിരിക്കും, റൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് അലൈൻ ആവുന്നുണ്ട്. ആൻഡ് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇല്ല എന്ന് കണ്ടാലും ഇറ്റ്സ് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് നിങ്ങളുടെ ഫൈനാൻസസ് ബിൽഡപ്പ് ആവുന്നത്. ലോങ് ടേം ആണിത്. ഒരു ഷോർട്ട് ടേമിൽ വന്നിട്ട് ഇല്ലാണ്ടാവണേക്കാളും നമുക്ക് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്ന പോലെ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് നിങ്ങളുടെ ഫൈനാൻസസിൽ നടക്കുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ബ്ലെസ്ഡ് ആണ്, നിങ്ങൾ ആഗ്രഹിച്ചെല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ഹാവ് ദറ്റ് ഫെയ്ത്ത്. ബ്ലെസ്സിങ്സ്, യു ആർ സ്റ്റാർ എന്ന് പറയില്ലേ, നിങ്ങളൊരു സ്റ്റാറാണ്. നിങ്ങൾ ആഗ്രഹിച്ച സംഭവം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ള യൂണിവേഴ്സിന് അറിയാം. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. എവിടെയൊരു ബാലൻസ് കുറവുണ്ട്, ഒരു പ്രാക്ടിക്കാലിറ്റി, സ്പിരിച്വാലിറ്റി ബാലൻസ് ഒരു പ്രശ്നമുണ്ട്. ചില കാര്യങ്ങളിൽ ഇപ്പോഴും വിട്ടുകൊടുക്കാനുള്ളൊരു പേടിയാണ്. പക്ഷേ റിലീസ് ഇറ്റ് യൂണിവേഴ്സ്, ലെറ്റ് ഇറ്റ് ഗോ. കാര്യങ്ങൾ ഡിവൈൻ കൺഫർമേഷൻ. നിങ്ങൾക്കൊരു സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് വരുന്നുണ്ട്, ബ്യൂട്ടിഫുൾ അലൈൻ പാർട്ട്ണർഷിപ്സ് വരുന്നുണ്ട്. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, ഇനി ഫൈനൽ സൈൻ മീനം രാശിക്കാർ അല്ലെങ്കിൽ പൈസസ്. നിങ്ങൾക്കുള്ള മെസ്സേജ് ഓക്കെ ഓൾറെഡി വന്നു. ഓക്കെ, മീനം രാശിക്കാർക്ക് പൈസസ് ഭയങ്കര ഇമോഷണലി ഹേർട്ടായിരിക്കുകയാണ്. വളരെയധികം ഇമോഷണലി ഹേർട്ടാണ്. എവിടെയോ ബിട്രയൽ മണക്കുന്നുണ്ട്. ഒരു ചതിക്കപ്പെട്ട ഫീലിംഗ് ആണ്. ഭയങ്കര എക്സോസ്റ്റഡ് ആണ്. കഴിഞ്ഞു ഇനിയില്ല, മതി, എനിക്കിനി അപ്പുറത്തേക്ക് ഇനി താങ്ങാൻ വയ്യ എന്നുള്ളൊരു സിറ്റുവേഷനാണ്.
യെസ്, എന്താ പറയുക, സി നമുക്ക് ലൈഫിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ എൻഡായി എന്നല്ല. എത്ര ഇരുട്ട് മൂടിയിട്ടുള്ളൊരു ടൈമാണെന്നുണ്ടെങ്കിലും അവിടെ വെളിച്ചം ഉണ്ടായിരിക്കും. അറ്റ് ദ എൻഡ് അവിടെ ഡെഫിനറ്റ്ലി വെളിച്ചം ഉണ്ടായിരിക്കും. ചില കാര്യങ്ങൾ ഇവിടെ എൻഡാവാൻ ടൈമായിട്ടുണ്ട്. ദ വേൾഡ് കാർഡ് പാസ്റ്റ് കാർമിക് പാറ്റേൺസ് ആയിരിക്കാം, പാസ്റ്റ് ബാഗേജസ് ആയിരിക്കാം, ചില ഓൾഡ് ഐഡൻറ്റിറ്റീസ് ആയിരിക്കാം. കർമ്മ എന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ടതില്ല. നമ്മളെല്ലാവരും ഈ ലൈഫിൽ വന്ന് നിൽക്കുന്നത് ഒരു സോൾ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ്. സോ ചില ലെസൺസ് നമ്മൾ ചില സിറ്റുവേഷൻസ് കൂടെ പഠിക്കുള്ളൂ, അല്ലേ? നമുക്കത് ഹേർട്ട്ഫുൾ ആയിരിക്കും, ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് മനസ്സിലാവും ഇത് സംഭവിച്ചു, ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിത് പഠിക്കില്ലായിരുന്നു. സോ അങ്ങനത്തെ ചില സിറ്റുവേഷൻ സംഭവിക്കും. ചില കാര്യങ്ങൾ നമുക്ക് മെൻ്റല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വിഷമിക്കണ്ട, ബ്ലെസ് ചെയ്യുക, താങ്ക് യു പറയുക. ബിക്കോസ് അത് നിങ്ങൾക്ക് ലോങ് ടേമിന് അത് അലൈൻഡ് ആവില്ല. ബട്ട് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രെങ്ത് തരികയാണ്. ഇനീറ്റ് വാ, നിനക്കുള്ള ഒരു ലൈക്ക് കൊടുത്തിട്ട് നമ്മൾ പറയില്ലേ, കം ബാക്ക് സ്ട്രോങ്ങർ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് പറ്റും എന്നുള്ളത് പോലെ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. കുറച്ച് എൻഡിങ്സ് വരുന്ന ഒരു പുതിയ ബിഗിനിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ പുതിയ ബിഗിനിങ്ങിനുള്ള ഇതാണ്. ഇതിൽ നിന്ന് വാ, പുറത്തേക്ക് വാ, എഴുന്നേറ്റ് വാ, നിങ്ങൾക്കുള്ള പുതിയ ബിഗിനിങ്സ് ഇവിടെ ഉണ്ട്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ എന്തെങ്കിലും ഒരു ചോയ്സ് എടുക്കുമ്പോൾ റൈറ്റായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ഇല്യൂഷൻസിൽ പെട്ടുപോകും, ഇതിൽ ഏതെടുക്കണം. ചിലതിൽ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കില്ല. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യണം. അതിൽ നിന്നാണ് നിങ്ങൾക്ക് എല്ലാ ആഗ്രഹിച്ച ഫുൾഫിൽമെൻറ്റ്സ് ഉണ്ടായിരിക്കുക. സോ അങ്ങനത്തെ ഉള്ള ചില ഡിസിസീവ്നെസ് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ചില സിറ്റുവേഷൻസ് കൂടെ ആയിരിക്കും നമ്മൾ പഠിക്കുക, അല്ലേ? സോ നെക്സ്റ്റ് ടൈം അത് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സോ അതങ്ങനെയായിട്ട് കണ്ടാൽ മതി, ഒരു പുതിയ ബിഗിനിങ് ആയിട്ട് കണ്ടാൽ മതി. ഇപ്രാവശ്യം യൂണിവേഴ്സായിട്ട് നിങ്ങളെ ഒരു സ്ട്രെങ്ത് തരാം. എഴുന്നേറ്റ് വാ, നിങ്ങൾക്കുള്ളതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ആൻഡ് ഇതിൽ പെട്ട് കെടുക്കണ്ട. യൂണിവേഴ്സിന് മാത്രമേ അറിയുള്ളൂ നിങ്ങളുടെ ഫ്യൂച്ചർ ഔട്ട്കം. ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ കറണ്ട് ഹാപ്പിനെസ് പ്രയോറിറ്റൈസ് ചെയ്യില്ല. യൂണിവേഴ്സ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ ഹാപ്പിനെസ്സാണ്, ലോങ് ടേം ഔട്ട്കമാണ്. സോ യൂണിവേഴ്സിന് അറിയാം, ഇപ്പോൾ ഇത് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ കുറച്ച് വിഷമിച്ചാലും ഭാവിയിൽ നിങ്ങൾക്കത് എത്രയും നല്ലതായിരിക്കും എന്ന് യൂണിവേഴ്സിനറിയാം. മനസ്സിലായോ? എല്ലാവർക്കും അവരൊരു മക്കൾ പോലെയാണ്. ഹയർ പവർ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ്. അല്ലാണ്ട് ഒരാളെ വിഷമിപ്പിക്കുക, എല്ലാവരും അതിപ്പോൾ എത്ര തെറ്റ് ചെയ്താലും എല്ലാവരുടെയും ഉള്ളൊരു തെറ്റുണ്ട്, ഒരു നന്മയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് പറഞ്ഞത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനാണ്, സോൾ പർപ്പസസിന് വേണ്ടിയിട്ടാണ്, ലെസൺസ് പഠിക്കാനാണ്. സോ ഡെഫിനറ്റ്ലി ഓരോരുത്തർക്കും പഠിക്കുന്ന ഓരോ വേ ഉണ്ട്. സോ ചില കാര്യങ്ങൾ നമ്മൾ വേഗം മനസ്സിലാക്കിയാൽ ഇങ്ങനത്തെ ടാറോ റീഡിങ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ വീഡിയോസ് കാണുന്നത് തന്നെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആണ്. ഇങ്ങനത്തെ ഒക്കെ മെസ്സേജസ് വരുന്നത് തന്നെ ഒരു ബ്ലെസ്സിങ് ആണ്. അല്ലെങ്കിൽ ഇതൊന്നും അറിയാത്ത എത്രയോ പേരുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. സോ അതൊക്കെ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. എന്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും സറണ്ടർ ടു യൂണിവേഴ്സ്. നമുക്ക് നല്ല കർമ്മകൾ ചെയ്യാം, നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്താൽ യൂണിവേഴ്സ് ഒരിക്കലും നമ്മളെ കൈവിടില്ല. സോ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, പുതിയ ബിഗിനിങ്സ് ആണ് വരുന്നത്. ഓക്കെ, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. സോ ഇതാണ് എല്ലാവർക്കും ഉള്ള റീഡിങ്. സോ പേഴ്സണൽ ഗൈഡൻസ്, പേഴ്സണൽ സെഷൻസ്, കസ്റ്റം സപ്ലിമിനൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് ആൻഡ് ഏസ് ഓഫ് വാൻസ് ഫോർ എവറി വൺ. ആരാണോ ഈ വീഡിയോ ലാസ്റ്റ് കാണുന്നത്, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഫുൾഫിൽ ആവട്ടെ, എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഡിവൈനായിട്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസും കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾക്ക് ഡ്രീംസും ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. സി 2 ഡിവൈൻ ഹാൻഡ്സ് പോപ്പിംഗ് ഔട്ട്. ഡോണ്ട് വെറി, ഓക്കെ? എല്ലാം നിങ്ങൾക്ക് ബ്ലെസ്ഡ് ആയിട്ട് സംഭവിക്കും. സോ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, മൈൻഡ്ഫുള്ളി ഷിഫ്റ്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് റീഡിംഗ് ആയിട്ട് കാണാം. സ്റ്റേ ബ്ലെസ്ഡ് എവരിവൺ.